സരോജം സുദർശനോട് പറയുകയാണ്, കല്യാണം ഇങ്ങ് അടുത്ത് വരികയാണ്, കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടി അതൊക്കെ പോയി വാങ്ങിയാലേ ശരിയാകൂ. അല്ലെങ്കിൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ അത് വാങ്ങിയില്ല, ഇത് വാങ്ങിയില്ല എന്നൊക്കെ നിങ്ങൾ തന്നെ പരാതി പറയും. ഇത് കേൾക്കാൻ വയ്യ എനിക്ക്. നീ ഒരു ലിസ്റ്റ് എഴുതിയിട്ട് അതൊക്കെ പോയി അങ്ങ് വാങ്ങിക്ക് സരോജം. ഇതെന്താ വലിയ ആനക്കാര്യമാണോ? ആനക്കാര്യം തന്നെയാണ്. പോയിട്ട് വരുമ്പോൾ അതെന്താ ഇത്രയും ചിലവായത്? ഇതിനൊക്കെ ഇത്രയും ചിലവ് വരില്ലല്ലോ എന്നൊക്കെ കുറ്റം പറയാൻ നിൽക്കും നിങ്ങള്. അതാണ് പ്രശ്നം. ഒരു പ്രശ്നവുമില്ല. എന്റെ ബാഗില് കാശിരിപ്പുണ്ട്, എത്രയാണെന്ന് വെച്ചാ എടുത്തുകൊണ്ട് പോന്നീര്. അപ്പോ നിങ്ങൾ വരാൻ ഒരു ഉദ്ദേശവുമില്ല? ഇല്ല. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു മനുഷ്യൻ. അന്നേരം അവിടേക്ക് ഈശ്വരിയമ്മ എത്തുകയാണ്. അമ്മേ മഹാമായ എന്ന് വാതിൽ വന്ന് വിളിക്കുകയാണ് ഈശ്വരിയമ്മ. ഈശ്വരിയമ്മയെ കണ്ട് സന്തോഷത്തോടെ സരോജം പറയുകയാണ്, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മോളുടെ നിശ്ചയം ഭംഗിയായിട്ട് നടന്നു. കല്യാണ തീയതിയും വളരെ അടുത്തു തന്നെയാണ്. അവളെ ശ്രീലക്ഷ്മി സ്ത്രീ എന്ന് അകത്തേക്ക് നോക്കി വിളിക്കുകയാണ് സരോജം. ഈശ്വരിയമ്മയുടെ അടുത്തേക്ക് ശ്രീലക്ഷ്മിയും എത്തുകയാണ്. സരോജമ്മ പറയുകയാണ്, എല്ലാം മംഗളമായിട്ട് നടക്കാൻ മോളെ ഈശ്വരിയമ്മ അനുഗ്രഹിക്കണം. ഈശ്വരിയമ്മ ചോദിക്കുകയാണ്, എന്തു പറഞ്ഞാണ് നിന്നെ ഞാൻ അനുഗ്രഹിക്കേണ്ടത്? ഉത്തരവാദിത്തപ്പെട്ടവർ ഈ ശുഭകാര്യം നടക്കരുതെന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. അതിനെതിരെ നിന്ന് പ്രണയത്തെ നേരിടാനുള്ള ശക്തി നിനക്കുണ്ടാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കണോ? സരോജൻ ചോദിക്കുകയാണ്, എന്താ ഈശ്വരിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കല്യാണം നടക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ തുറന്നു പറയണം ഈശ്വരിയമ്മ. ധിക്കാരം എന്ന് ഉറക്കെ പറയുകയാണ് ഈശ്വരിയമ്മ. സർവശക്തിയായ ഈശ്വരന്റെ അനുഗ്രഹപ്രകാരം നടക്കാൻ ശ്രമിക്കുന്ന ഈ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത് ധിക്കാരമാണ്. സരോജൻ ചോദിക്കുകയാണ്, ആരാ ഈശ്വരിയമ്മയത്? ആരാ മോളുടെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത്? എന്റെ ദേവി എങ്ങനെയൊക്കെ ഇവിടെ വരെ കാര്യങ്ങൾ എത്തിച്ചതെന്ന് ആലോചിക്കുമ്പോൾ അപ്പോൾ തന്നെ ആദിയാണ് വീണ്ടും തടസ്സങ്ങൾ വരിക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നും കണ്ണീര് കുടിക്കാനാണോ ഞങ്ങളുടെ വിധി? വിഡ്ഢിത്തം എന്ന് പറയുകയാണ് ഈശ്വരിയമ്മ. ദേവി നിർണയിച്ചതിനെ പോലും പരീക്ഷിക്കാൻ ശ്രമിക്കുന്ന വിഡ്ഢിത്തം. മനസ്സ് പറയുന്നതല്ല കണ്ണിൽ കാണുന്നതേ വിശ്വസിക്കൂ എന്ന് തീരുമാനിക്കുന്നവൻ വിഡ്ഢിയാണ്. വെറും മൂഢാത്മാവ്. ഇതൊക്കെ കേട്ട് അകത്തു നിന്നും പരിഭ്രമിക്കുകയാണ് സുദർശൻ. അയാളുടെ വിഡ്ഢിത്തമാണ് ഈ ഭവനത്തിൽ നടക്കാനിരിക്കുന്ന ശുഭകാര്യത്തെ തടയാൻ ശ്രമിക്കുന്നത്. എന്റെ ദേവി ആരാണോ എന്തോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എനിക്ക്. ശ്രീലക്ഷ്മി വിവാഹം കഴിക്കാൻ പോകുന്ന സാറിന് ഒരുപാട് ശത്രുക്കളുണ്ട് ഈശ്വരിയമ്മേ. അവരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള മുന്നറിയിപ്പാണോ ഈ പറയുന്നതൊക്കെ? ഭയപ്പെടുത്താനായി കൺമുമ്പിലേക്ക് ഓടിയെടുക്കുന്ന ശത്രുക്കളെ അവർക്കെതിരെ പോരാടാൻ ആകും. പക്ഷേ സ്വന്തം കൂട്ടത്തിൽ പതിയിരിക്കുന്ന ശത്രുക്കളെ തിരിച്ചറിയുക ദുഷ്കരമാണ്. മനുഷ്യരെടുക്കുന്ന തീരുമാനങ്ങളാണ് അവന്റെ വിധി. മനുഷ്യരുടെ മനസ്സിൽ തോന്നുന്ന ഭയങ്ങളാണ് എന്നെ ഭ്രമിപ്പിച്ച് നല്ലതിനെ ചീത്തയായും ചീത്തയെ നല്ലതായും അവരുടെ കണ്ണുകളിൽ കാണിക്കുന്നത്. ചില ഭ്രമങ്ങൾ സംശയങ്ങൾ സൃഷ്ടിച്ച് മനസ്സിനെ അലട്ടും. അപ്പോൾ അവൻ ഒരു ഭ്രാന്തനെ പോലെ സംശയങ്ങൾ തീർക്കാൻ അലയും. അവനവനോട് അവനവൻ തന്നെ പോരാടും. എന്റെ ഉള്ളിൽ സ്വയം അവൻ അവനോട് തന്നെ യുദ്ധം ചെയ്യും. പക്ഷേ ഫലം ഉണ്ടാകില്ല. ഇവ മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമേ നടക്കൂ. ഈ സത്യം ചിലർ തിരിച്ചറിയും, ചിലർ അറിയുകയേ ഇല്ല. അതാണ് ഞാൻ വിഡ്ഢിത്തം എന്ന് പറഞ്ഞത്. മോളുടെ വിവാഹത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടാകുമോ ഈശ്വരിയമ്മേ? എന്തെങ്കിലും പരിഹാരമുണ്ടോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? എന്താ ഈശ്വരിയമ്മ പറയുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. പറഞ്ഞല്ലോ ഞാൻ, എല്ലാം ദൈവനിർണയമാണ്. അവിടത്തെ നിശ്ചയം ആരൊക്കെ എതിരു നിന്നാലും സാഹചര്യങ്ങൾ എത്രമാത്രം പ്രതികൂലമായാലും ദേവിയുടെ തീരുമാനത്തിന് തടസ്സമാകാൻ സാധിക്കുകയില്ല. സർവശക്തയായ ദേവിയുടെ ഇഷ്ടപ്രകാരം നടക്കാനിരിക്കുന്ന ഈ വിവാഹം നടന്നിരിക്കും. ഇത് കേട്ട് സന്തോഷിക്കുകയാണ് സരോജവും ശ്രീലക്ഷ്മിയും. എനിക്കത് കേട്ടാ മതി ഈശ്വരിയമ്മേ. ഭഗവതി അമ്മയുണ്ട് തുണ, എനിക്കറിയാം. മോളെ ശ്രീ ഈശ്വരിയമ്മയ്ക്ക് ദക്ഷിണ എടുത്തിട്ട് വാ. ദക്ഷിണ വാങ്ങിയ ശേഷം ഈശ്വരിയമ്മ പറയുകയാണ്, മോള് ഏത് വീട്ടിലേക്കാണോ വലതുകാൽ വെച്ച് കയറാൻ ആഗ്രഹിക്കുന്നത് അതാണ് നിന്റെ ലക്ഷ്യസ്ഥാനമെന്ന് ഉറച്ചു വിശ്വസിച്ചോളൂ. ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും നിന്റെ തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുക തന്നെ വേണം. ഈ വിവാഹം നടക്കണമെന്ന് തീരുമാനിച്ചത് നിങ്ങളായിരിക്കാം. പക്ഷേ ഈ വിവാഹത്തിന് ശേഷം തുടങ്ങാൻ പോകുന്ന നിന്റെ കഥയ്ക്ക് ഒരു സൂത്രധാരി ഉണ്ടാകും. എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആ ശക്തിയായിരിക്കും നിനക്ക് നിന്റെ രക്ഷ. ചോദിക്കുകയാണ്, അപ്പോ ഈ വിവാഹത്തിന് ശേഷം മോളുടെ ജീവിതം വളരെ സന്തോഷമായിരിക്കും അല്ലേ? അമ്മയെ വിശ്വസിക്കുന്നവന്റെ സന്തോഷത്തിന് ഒരു കാലത്തും ഒരു കുറവും വരികയില്ല. എന്റെ മകൾ മുൻജന്മ സുഹൃതം ഉള്ളവളാണ്. അവൾ തന്റെ സ്വർഗതുല്യമായ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങുകയാണ്. മകളുടെ ആഗ്രഹത്തിനും തീരുമാനത്തിനും താങ്ങായി നിൽക്കേണ്ടത് നിങ്ങളാണ് എന്നുള്ള കാര്യം ഓർമ്മിച്ചാൽ മാത്രം മതി. എല്ലാം ഈശ്വരിയമ്മ പറയുന്നത് പോലെ. എല്ലാ ജനനങ്ങൾക്കും ഒരു ജന്മോപദേശം ഉണ്ട്. നിങ്ങളുടെ മകൾ മുൻപ് പൂർത്തിയാക്കാത്ത കടമകൾ പൂർത്തിയാക്കുവാനായി ജന്മമെടുത്തവളാണ്. മകളുടെ ഈ ആഗ്രഹം നടന്നാലേ അവൾക്ക് അവളുടെ കടമകൾ നിർവഹിക്കാനാകൂ. ഇവളുടെ ആഗ്രഹത്തിന് ആരും എതിര് നിന്നുകൂടാ. അതാണ് വിധി. 7 ജന്മങ്ങളിലും ഒന്നാകേണ്ട ബന്ധമാണ് ഇവരുടേത്. വർഷങ്ങളുടെ തപസ്സിന്റെ ബന്ധമുള്ള പൂർണമായ ബന്ധം. എന്ത് തടസ്സങ്ങൾ വന്നാലും നേരിടാനുള്ള ശക്തി തരണമെന്ന് ദേവിയോട് പ്രാർത്ഥിച്ചോളൂ. എതിര് നിൽക്കുന്നവരെ നേരിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. നിനക്ക് പ്രാർത്ഥിക്കാം. നിന്റെ തപസ് പൂർത്തിയാക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഓരോ ക്ഷണവും നിനക്ക് നീ തന്നെയാണ് രക്ഷ.
മോളെ ശ്രീ, ഈശ്വരിയമ്മയുടെ ആശീർവാദം വാങ്ങിക്കുക എന്ന് പറയുകയാണ് സരോജം. അതിനുശേഷം ഈശ്വരിയമ്മയുടെ കാലിൽ വീഴാൻ തുടങ്ങുമ്പോൾ ഈശ്വരിയമ്മ പറയുകയാണ്, പാടില്ല. സർവസ്വരൂപിണിയായ ദേവിയുടെ എല്ലാ ആശീർവാദങ്ങളോടും കൂടിയാണ് ഇപ്പോൾ ഇവൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ എന്തിനാണ് എന്റെ ആശീർവാദം? ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി എല്ലാം ഭംഗിയായിട്ട് നടക്കും. അമ്മേ മഹാമായ എന്ന് പറഞ്ഞ ശേഷം ഈശ്വരിയമ്മ ജനലിൽ നിൽക്കുന്ന സുദർശനെ നോക്കുകയാണ്. തലകുനിച്ച് നിൽക്കുകയാണ് അന്നേരം സുദർശൻ. അകത്തേക്ക് കയറിയ സരോജം സുദർശനോട് പറയുകയാണ്, അയ്യോ, ആരായിരിക്കും എന്നാലും നമ്മുടെ മോളുടെ സന്തോഷത്തിന് എതിര് നിൽക്കുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ശ്രീടച്ച. വിവാഹം മുടക്കാൻ ശ്രമിക്കുന്ന ആരായാലും ശരി. ഈശ്വരിയമ്മ പറഞ്ഞത് കേട്ടല്ലോ. എന്ത് തടസ്സം വന്നാലും നമ്മൾ മോളുടെ കൂടെ നിന്ന് നല്ല രീതിയിൽ വേണം ഈ കല്യാണം നടത്തിക്കൊടുക്കാനെന്ന് സുദർശൻ മനസ്സിൽ വിചാരിക്കുകയാണ്. നീ കേട്ട കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ഈശ്വരിയമ്മ പറഞ്ഞതുപോലെ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ അറിയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ കെട്ടുകഥകളാണോ എന്ന ധർമ്മസങ്കടത്തിലാണ് എന്റെ മനസ്സ്. തുറന്നു പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഹൃദയവിശാലത എന്റെ മനസ്സിനില്ല സരോജം. സരോജം ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ മനുഷ്യ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ മോൾക്ക് നല്ലത് വരണമെന്നല്ലേ ഈശ്വരിയമ്മ പറഞ്ഞത്? നമ്മുടെ ശ്രമങ്ങൾ നമുക്ക് തുടരാം. എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കാം നമുക്ക്. അതേ ശ്രീടച്ച, ഈശ്വരിയമ്മ പറഞ്ഞതുപോലെ തന്നെ. നീ ടൗണിൽ പോകണമെന്ന് പറഞ്ഞില്ലേ? റെഡിയാവ്, നമുക്ക് പോകാം. അതെ അതെ, അത് മറന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്? വെറുതെ കളയാൻ സമയം തീരെയില്ല. എന്റെ ബാഗിൽ നിന്നും കാശ് എടുത്തോണ്ട് വന്ന് എനിക്കൊന്ന് ഫോൺ ചെയ്യണം. അത് ഓർമ്മിപ്പിച്ചത് നന്നായി. അല്ലെങ്കിൽ ടൗണിൽ ചെന്നിട്ടായിരിക്കും കാശ് അന്വേഷിക്കുക. ഈയിടെയായിട്ട് നല്ല മറവിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. മോളെ ശ്രീ, നീ അച്ഛന്റെ ബാഗിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്തേക്കണേ. സാധനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എടുക്കട്ടെ. പക്ഷെ അന്നേരം ശ്രീലക്ഷ്മി കൈയും കെട്ടി ദൂരേക്ക് തന്നെ തീക്ഷ്ണമായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അകത്ത് കയറിയ ശ്രീലക്ഷ്മി സുദർശന്റെ ബാഗിൽ നിന്നും കാശെടുക്കുകയാണ്. അന്നേരം ശ്രീലക്ഷ്മി ആ പേപ്പർ കട്ടിങ് കാണുകയാണ്. ശ്രീ എന്ന് വിളിച്ചുകൊണ്ട് സരോജാമ്മ വരികയാണ്. ശ്രീയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയ ശേഷം സരോജാമ്മ പറയണ, ദേ ഞങ്ങൾ ടൗണിൽ പോവുകയാണേ, വരാൻ ചിലപ്പോ താമസിക്കുമേ, കഥ കടച്ചേക്ക്. തന്നെ നേരം സന്ധ്യ എന്ന് പറഞ്ഞ് സരോജാമ്മ പോവുകയാണ്. ശ്രീ അന്നേരവും ആ പേപ്പർ കട്ടിങ് തന്നെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ആ പേപ്പർ കട്ടിങ് കത്തിക്കുകയാണ് ശ്രീലക്ഷ്മി. പിന്നീട് കാണിക്കുന്നത് റോഡിൽ കൂടി നടന്നു പോകുന്ന ഈശ്വരിയമ്മയാണ്. ഈശ്വരിയമ്മയുടെ അടുത്തേക്ക് രവിവർമ്മന്റെ കാർ വന്ന് നിൽക്കുകയാണ്. ഈശ്വരിയമ്മയെ കണ്ട കാറിൽ നിന്ന് ഇറങ്ങുകയാണ് രവിവർമ്മൻ. നമസ്കാരം ഈശ്വരിയമ്മേ. കുഞ്ഞ് ഈ വഴിക്കാണ് വരുന്നതെന്ന് ഈശ്വരിയമ്മയ്ക്ക് അറിയാമായിരുന്നു. ദിവസങ്ങളൊക്കെ മാറി എന്ന് വിചാരിക്കുന്ന നിന്റെ വിവാഹത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിന്റെ വഴി തടഞ്ഞ് ഇവിടെ നിന്നത്. എന്താണ് ഈശ്വരിയമ്മ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പറയാം. ഒരു വിവാഹം നടക്കാനിരിക്കുമ്പോൾ തടസ്സങ്ങളും കഷ്ടതകളും പ്രശ്നങ്ങളുമെല്ലാം സാധാരണമാണ്. പക്ഷേ നീ നേരിടാൻ പോകുന്നത് ഒരു അഗ്നിപരീക്ഷയാണ് എന്ന് ഞാൻ പറയും. ഏതായാലും സർവശക്തിയായ ദേവി നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് എന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും ദേവി നിനക്ക് ചോദിക്കാതെ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും തരുന്നതല്ലേ. സ്വന്തം ഭൂതകാലം നോക്കിയാൽ നിനക്ക് തന്നെ അത് ബോധ്യമാകും. പിന്നെ മുൻപിൽ തടസ്സങ്ങൾ ഉണ്ടായാൽ അത് ഏത് വിധേനയും പോരാടി തരണം ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് നീ എത്തുമെന്നും എനിക്കറിയാം. പക്ഷെ ഒന്നിനെയും നാം ലാഘവത്തോടെ കാണാൻ പാടില്ല. പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാകും. മനസ്സിൽ ധൈര്യവും ചുവടുകളിൽ വേഗവുമായി നീ എത്താൻ പോകുന്നത് നിന്റെ തന്നെ പഴയ കടങ്ങൾ വീട്ടാനാണ് എന്ന് വേണം നീ മനസ്സിലാക്കാൻ. അതിനുശേഷമുള്ള നിന്റെ ഭാവി തീരുമാനിക്കുന്നത് ദേവി തന്നെ ആയിരിക്കും എന്നുള്ളത് നീ തിരിച്ചറിയുക. നീ തടഞ്ഞു നിർത്തി ഈശ്വരിയമ്മ എന്താണ് ഈ വേദാന്തം പറയുന്നതെന്ന് നീ ചിന്തിക്കരുത്. നിനക്ക് ശരിയായ വഴി കാണിച്ചു തരാനാണ് ഞാൻ ഈ വഴി തടഞ്ഞു വന്ന് നിന്നത്. അമ്മേ മഹാമായി അവസാനിച്ചു എന്ന് കരുതിയ ചില ഓർമ്മകൾ പുതിയ രൂപം ലഭിക്കാൻ പോകുന്നു. ഇപ്പോൾ നീ താലി ചാർത്താൻ തീരുമാനിച്ചിരിക്കുന്ന പെൺകുട്ടിയാണ് നിന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സന്തോഷവും ഐശ്വര്യവും തരാൻ പോകുന്നത്. താലി ചാർത്തിയവളെ സ്വന്തമാക്കുന്നത് വരെയുള്ള ആ പരീക്ഷണങ്ങൾ നീ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണെന്ന് മാത്രം നീ ആത്യന്തികമായി മനസ്സിലാക്കുക. എന്നിരിക്കലും എന്ത് എവിടെ എത്തണമെന്ന് ആരാർക്ക് ചേരണമെന്നും തീരുമാനിക്കുന്നത് ആ സർവശക്തിയായ അമ്മയാണ്. അമ്മ നിന്റെ കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നീ ചെയ്യേണ്ടത് പ്രാർത്ഥന മാത്രം. അതിനുശേഷം അവിടെ നിന്നും പോവുകയാണ് ഈശ്വരിയമ്മ.